ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ എക്സാം പ്രിപ്പറേഷൻ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാത്തവർ എന്തായാലും അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ, നിങ്ങളുടെ റുട്ടീനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സാം ദിവസം എങ്ങനെ നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യാം എന്നാണ് ഷെയർ ചെയ്യണത്. ഇവരുടെ എക്സാം മറ്റന്നാളാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പോലെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. എക്സാം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ഡേ ഉണ്ടായിരിക്കാമെന്ന്. അപ്പോൾ രാവിലെ എപ്പോൾ എഴുന്നേക്കണം എക്സാം ദിവസം എന്നുള്ളൊരു കാര്യം ഡിസൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സാമിൻ്റെ സമയമാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. രാവിലെ എക്സാം ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും വൈകുന്നേരം വല്ലാതെ ലേറ്റായിട്ട് പഠിക്കാനിരിക്കാൻ പറ്റില്ല. കാരണം വല്ലാതെ ലേറ്റായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് വേണം, നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പഠിക്കേണ്ടി വരും. 5:00 6 മണിയോ ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പഠിച്ചിട്ട് വേണം നമ്മൾ ക്ലാസ്സിലോട്ട് പോകാൻ. ഇനി നിങ്ങളുടെ എക്സാം ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം കുറച്ച് ലേറ്റായിട്ട് പഠിക്കാനിരുന്നാൽ പോലും രാവിലെ കുറച്ച് നേരം വൈകി എഴുന്നേറ്റാലും കുഴപ്പമില്ല. അപ്പോൾ ഇസയുടെ എക്സാം ഉച്ചയ്ക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഒരു 6:30 എഴുന്നേറ്റാലും കുഴപ്പമില്ല. ഇനി പഠിക്കാൻ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ 6:30 പോരാ, ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ടൈം ടേബിളും കാര്യമൊക്കെ നമ്മൾ എഴുതി ടേബിളിൻ്റെ മുമ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 6:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ചെയ്യുന്ന പ്രഭാത കർമ്മങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ട് ഇരിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനിരിക്കുന്ന ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളൂ അല്ലേ. ആകെ മൊത്തത്തിൽ പാഠങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു ഗുണം എന്താ വെച്ചാൽ 2ാം ക്ലാസ് 4ാം ക്ലാസ് അതുപോലെ തന്നെ 6ാം ക്ലാസ് 8ാം ക്ലാസ് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മറ്റ് ക്ലാസ്സുകാരുടെ ബുക്കുകൾ മാറിയോണ്ട് തന്നെ, അതായത് ഇപ്പോൾ 3ാം ക്ലാസ്സിൻ്റെയും 5ാം ക്ലാസ്സിൻ്റെയും 7ൻ്റെയും 9ൻ്റെയും ഒക്കെ ബുക്ക് മാറി. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി. കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല എന്ന് പലരും എന്നോട് കമൻറ്റിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഇങ്ങനെ പോവാതെ പറ്റില്ല. അടുത്ത വർഷം തൊട്ട് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമ്പോൾ കുറച്ചും കൂടി എങ്ങനെയായിരിക്കും എക്സാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്നത് അല്ലേ, 9ാം ക്ലാസ്സുകാരൊക്കെ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറ്റുന്നത് കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ, മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കി തന്നെ പഠിക്കുക. മറ്റ് സബ്ജക്റ്റുകൾ വായിച്ച് പഠിക്കാൻ പറ്റണതാണ് അങ്ങനെ ചെയ്യുക. സയൻസ് സോഷ്യലിലൊക്കെ ഇനി സ്പെല്ലിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് നോക്കിയിട്ടും പഠിക്കാവുന്നതാണ്. അങ്ങനെ ഏകദേശം ഒരു 8:30 മണി വരെയാണ് രാവിലെ പഠിക്കാനായിട്ടിരുന്നത്. ഒരു 7 മണി മുതൽ 8:30 വരെ. ഇതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. പക്ഷേ എക്സാം ദിവസങ്ങളിൽ പറ്റാവുന്ന കുറച്ച് പഠിക്കുന്ന ഒരു മൂഡിലിരിക്കുന്നതാവും നല്ലത്. കുറച്ച് നേരം ഫ്രീ കിട്ടുമ്പോൾ പുറത്തൊക്കെ ഒന്ന് ഒന്ന് നടന്നിട്ട് വരാം. കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊള്ളാം, നല്ലതാണ് കേട്ടോ. അപ്പോൾ 8:30 ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും എല്ലാം എക്സാം സമയത്ത് കഴിക്കുക. ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ വയ്യായി വന്നാൽ പിന്നെ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തിരുന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് പണ്ടേ പഠിക്കുമ്പോൾ തൊട്ട് പുറത്തിരുന്ന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് മുറ്റത്തൊന്നും പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പഠിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാൽക്കണി ഉണ്ടെങ്കിൽ അവിടേക്ക് ഇരുന്ന് പഠിക്കാം. പക്ഷെ അവിടേക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ടൊക്കെ കുറേ നോക്കിയിരിക്കും അല്ലേ, നമ്മുടെ ഡിസ്ട്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം പുറത്ത് പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. എന്നിരുന്നാലും പക്ഷേ ആ ഒരു വെളിച്ചത്തിലും ആ ഒരു ഫ്രഷ് എയറൊക്കെ ആയിട്ട് ചെടികളുടെ ചുറ്റുമൊക്കെ ഇരുന്ന് പഠിക്കാമെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ റൂമിൽ തന്നെ ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല. ഇതുപോലെയൊക്കെ ഒന്ന് നടന്നും ഇരുന്നും പുറത്തൊക്കെ നടന്നും ഒക്കെ പഠിക്കാവുന്നതാണ്. അപ്പം നമുക്ക് എക്സാം ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പഠിച്ച് കുറേ കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. അപ്പോൾ മടുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ ആ സമയത്ത് പഠനം സ്റ്റോപ്പ് ചെയ്യുക, ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ചെയ്തൊന്ന് മൈൻഡ് മാറ്റുക. അപ്പോൾ അതിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ടിവിയും ഫോണും അങ്ങനത്തെ എടുക്കാതിരിക്കാവും നല്ലത്. കാരണം അതിങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഫോണൊക്കെ എടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് വേറെ എന്തെങ്കിലും കാര്യം, ഒരു പടം വരയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് മൈൻഡ് ഒന്ന് മാറ്റുക. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിലെല്ലാവരോട് പോയൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ വരാം, അമ്മോടൊന്ന് സംസാരിച്ചിട്ടൊക്കെ വരിക. അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് മാറി ഒന്നും കൂടി ഒരു ഫ്രഷ് ആയി കഴിയുമ്പോൾ പഠിക്കാനിരിക്കുക. കാരണം നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നതൊന്നും തന്നെ തലയിൽ കയറില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാനിരുന്നാലാണ് എന്ത് കാര്യവും തലയിൽ കയറുള്ളൂ. അപ്പോൾ മടുപ്പ് എപ്പോൾ തോന്നുന്നു അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഡോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവർക്ക് ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വല്ലതും വലിയ പണികൾ ചെയ്യാൻ നിൽക്കില്ല. കാരണം വലിയ
പരിപാടി ക്രാഫ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തേക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പം പിന്നെ പഠിക്കാനേ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സിമ്പിളായിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു പാവക്കുട്ടികൾക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. എല്ലാം സൂപ്പറായിട്ടൊന്നും ചെയ്യാറില്ല, ഒരു ആവറേജ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ ഡോളിനൊക്കെ സാരിയൊക്കെ ഉടുപ്പിച്ച് അവർക്ക്, അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ ഡോളിന് നല്ല തലമുടിയൊക്കെ ഉള്ള ഡോളിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കുറേ മുടി ഹെയർ സ്റ്റൈലൊക്കെ കെട്ടി കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസക്കുട്ടി ഉണ്ടായ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക് ഇങ്ങനെ നല്ല ലോങ് ഹെയർ വേണമെന്ന്, കാരണം ഓരോ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യാൻ. അപ്പോൾ പണ്ട് ഞാൻ അങ്ങനെയൊക്കെ അവളുടെ തലമുടി ഇങ്ങനെ കുറച്ച് ലെങ്ത് ആയിരുന്ന സമയത്തൊക്കെ അങ്ങനത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ അവൾക്ക് പിന്നെ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, അപ്പോൾ പിന്നെ ഞാനത് നിർത്തി. എന്നിരുന്നാലും അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പെൺകുട്ടികളെ അണിയിച്ചൊരുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു ഡോളിനെ കയ്യിൽ കിട്ടി, അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സും ആക്സസറീസും ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. അതിൽ ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്താ വെച്ചാൽ, മുൻപ് ഡോളിനെ കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കേട്ടോ, ഡോളിൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡോളിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഒപ്പം വെച്ചൊക്കെ വെട്ടി നല്ല സെറ്റാക്കി. പക്ഷേ അതിന് മുടി പിന്നെ വളർന്നുമില്ല, മാത്രമല്ല അതിനെ കാണാൻ ആദ്യത്തെ ഒരു ഭംഗിയും ഇല്ലായിരുന്നില്ല, കാരണം ഞാൻ നല്ല ഷോർട്ട് ഹെയർ ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പം അങ്ങനെയുള്ള പല മണ്ടത്തരങ്ങളും ഡോൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ഡോളിനെയൊക്കെ അന്ന് കിട്ടിയ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനത്തെയൊക്കെ ഇവർക്ക് ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മ വരും ആ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ ബാഗ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉച്ചയ്ക്കാണ് എക്സാം, അതുകൊണ്ട് നമ്മൾ കാലത്ത് ബാഗ് സെറ്റ് ചെയ്താൽ മതി. ഇനി കാലത്താണ് എക്സാം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ നമ്മുടെ ബാഗൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ബാഗിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ പേഴ്സിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും എന്താ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിരുന്നു മാത്രം. അപ്പോൾ പെന്ന് വെക്കുക കേട്ടോ, 3-4 വെക്കുക. നമുക്ക് തന്നെ ചിലപ്പോൾ വേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇനി ആർക്കെങ്കിലും പാനോ എന്തെങ്കിലും വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു പാന വെക്കുന്നത് നല്ലതാണ്. ഇതുപോലെ പിന്നെ സ്കെയില്, പെൻസിൽ, ഇറേസർ അങ്ങനത്തെയുള്ള എല്ലാ ഐറ്റംസും വെക്കുക. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കളേഴ്സ് അങ്ങനത്തെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ കുറച്ച് നേരമൊക്കെ ഫ്രീ ടൈം എടുത്തല്ലോ, അപ്പോൾ ഇനി നമുക്ക് ഇത്തിരി നേരം കൂടി പഠിക്കാം. അപ്പോൾ സമയം ഇപ്പോൾ 11 മണിയായി. അപ്പോൾ നമ്മൾ ഇനി എക്സാമിന് പഠിക്കാൻ ആകെ 1 മണിക്കൂറും കൂടിയേ ബാക്കിയുള്ളൂ. ഓരോ കുട്ടികൾ പോകുന്നതനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ചിലർ സ്കൂൾ ബസ്സിൽ പോകുന്നവരുണ്ടാവും, വാനിൽ പോകുന്നവർ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ, സൈക്കിളിൽ, നടന്നൊക്കെ പോകുന്നുണ്ട് നിങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ടൈം അനുസരിച്ച് നമ്മുടെ പഠനം നമ്മൾ നിർത്തണം കേട്ടോ, കാരണം നമുക്ക് റെഡി ആയിട്ടൊക്കെ പോകണ്ടേ. അപ്പോൾ സമയം ഇപ്പോൾ 12 മണിയായി. അപ്പോൾ ഇനി ഇസയുടെ പഠനമൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, കാരണം ഇനി നമുക്ക് കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് ക്ലാസ്സിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ എന്നായാലും നമ്മൾ ഇതുപോലെ കുളിച്ച് വൃത്തിയായിട്ട് ക്ലാസ്സിലോട്ട് പോവാം. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പരീക്ഷയാകുമ്പോൾ അങ്ങനെ തന്നെ പോകണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം തോന്നുന്ന ടൈമാണ് അല്ലേ. ഉച്ചയ്ക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് എക്സാമിന് പോയിരിക്കുമ്പോൾ നമുക്കൊരു ഉറക്കച്ചടവൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാലത്തുള്ള എക്സാമാണ് ഇഷ്ടം അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള എക്സാമാണ് ഇഷ്ടം? 2 ടൈപ്പ് എക്സാമുകൾക്ക് അതിൻ്റേതായ ഗുണവും ദോഷവും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചാൽ വൈകുന്നേരം ഇത്തിരി ലേറ്റായിട്ട് കിടന്നാലും രാവിലെ പതുക്കെ എഴുന്നേറ്റാൽ മതി അല്ലേ. പക്ഷേ ഉച്ചയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരു ഉറക്കപ്പിച്ച പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്നാൽ രാവിലെയുള്ള പരീക്ഷയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് എത്താം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ TV ഒക്കെ കണ്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വരുന്ന ആ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ 2 പരീക്ഷകൾക്ക് അതിൻ്റേതായ ഗുണവും ദോഷവും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് ഇഷ്ടം എന്നും കൂടി ഒന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ് കേട്ടോ. നമ്മളൊരു ഏപ്രൺ കുട്ടികൾക്ക് ഇങ്ങനെ വെക്കണം നല്ലതാണ് നമുക്ക്. കാരണം നമ്മളത് രാവിലെ യൂണിഫോം മാറിക്കഴിഞ്ഞാൽ ഇത് കെട്ടിയിട്ട് ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് യൂണിഫോം മാറിയ ശേഷമാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ്. ചിലവർ അങ്ങനെയല്ല, ചിലപ്പോൾ നേരത്തെ കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഏപ്രൺ കെട്ടാണെങ്കിൽ ഒരു ഗുണം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴായാലും ഒന്നും തന്നെ ഡ്രസ്സ് മാവില്ല. മാത്രമല്ല നമ്മളിനി റെഡി ആവുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേത്തായാലും അതിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഏപ്രൺ കെട്ടി നീറ്റായിട്ട് ഡ്രസ്സ് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മുടെ ബാഗ് ഒന്നും കൂടിയും നമ്മൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാം ഇല്ലേ. കാരണം നമ്മളിതിൻ്റെ ഇടയിൽ പഠിക്കാനൊക്കെ ഇരുന്ന കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് പുറത്തോട്ട് എടുക്കാം. സാധാരണ ഇവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ആ ബോക്സ് പുറത്തോട്ട് അങ്ങനെ എടുക്കാറില്ല പരമാവധി. എന്നിരുന്നാലും ചില സമയത്ത് നമ്മളിതൊക്കെ ചിലപ്പോൾ മറന്നു വെക്കാം. കാരണം ഇസ പണ്ട് പഠിക്കുന്ന സമയത്ത് ഇത് വരി അവൾ ബോക്സ് എടുക്കാൻ മറന്നു പോയിട്ട് ആകെ വിഷമിച്ചു. പിന്നെ ഞാൻ വേഗം സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞു ടീച്ചർക്ക് ഇതിങ്ങനെ ബോക്സ് കൊണ്ടുവന്നിട്ടില്ല, അവൾക്കൊരു പെന്നും പെൻസിലൊക്കെ കൊടുത്തോളൂ എന്ന്. അങ്ങനെ വിട്ടുപോയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ പോകുന്നതിന് മുൻപ് നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവരോടും അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മൾ എക്സാമിനായിട്ട് പോവാം. അപ്പോൾ അങ്ങനെ എക്സാമിന് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞൊരു 3:15-4 മണിയൊക്കെ ആവില്ലേ. ഈ എക്സാം ഈ പ്രാവശ്യത്തെ ഓരോരുത്തരുടെ ടൈമായിരിക്കും, അതനുസരിച്ചിട്ട് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ചില കുട്ടികൾ ട്യൂഷന് പോകുന്നവരുണ്ടാവില്ല. അപ്പോൾ അവർ ട്യൂഷൻ കഴിഞ്ഞിട്ടായിരിക്കും
എക്സാമും ട്യൂഷനും കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ. അപ്പോൾ ഇവർക്കും ട്യൂഷൻ ഉണ്ടാവാറുണ്ട്. സാധാരണ എക്സാം കഴിഞ്ഞാൽ ട്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ട്യൂഷനും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അവർ വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും. അപ്പോൾ സാധാരണ ഇവർ കഴിക്കുക. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി എന്ത് ഐറ്റംസ് ആണോ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ദോശ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ദോശയുടെ ഉള്ളിൽ എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ വെള്ളയപ്പാണെങ്കിൽ വെള്ളയപ്പവും അങ്ങനെ വല്ല കറി വേറെ സൈഡ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ വേറെ ഒരു സ്നാക്ക് ഐറ്റമായിട്ട് നമ്മൾ ആകെ അവധി ദിവസം മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഐറ്റംസും അങ്ങനത്തെ ഒക്കെ പരമാവധി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് എന്തെങ്കിലും ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ദോശ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ക്യാരറ്റോ ക്യാബേജോ അതൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ദോശയുടെ ഉള്ളിൽ ഫില്ലിങ് പോലെ വെച്ചിട്ട് കഴിക്കാൻ നല്ല ഫില്ലിംഗ് ആണ്. നമുക്ക് വയറ് ഫുള്ളായ പോലെ തോന്നും കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ചട്നി ഉണ്ടെങ്കിൽ കൂടെ കഴിക്കാൻ. ചട്നി വേണമെന്നൊന്നുമില്ല, വെറുതെ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രസമാണ്. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഐറ്റംസൊക്കെ കഴിക്കുന്നതാവും നല്ലത്. അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പാരൻസിനോട് നമ്മുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് സംസാരിക്കുക. ചിലപ്പോൾ എക്സാം ടഫായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ സങ്കടമായിരിക്കില്ല, എക്സാം നന്നായി ഇല്ലല്ലോ, നന്നായി എഴുതാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ നമ്മളത് പാരൻസിനോട് പറയുക. അടുത്ത എക്സാം എന്തായാലും ചിലപ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു എക്സാം കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു പോയി. ഇനി അടുത്ത പരീക്ഷ വരണതിനെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ചിലപ്പോൾ അടുത്ത എക്സാം ഈസി ആയിരിക്കും, അത് വിചാരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ അടുത്ത എക്സാം അതേപോലെ തന്നെ ഈസി ആവണമെന്നില്ല. അപ്പോൾ പരീക്ഷകൾ അങ്ങനെയാണ്, നമ്മുടെ കഴിവുകൾ തെളിയിക്കാനുള്ളതാണ് എക്സാമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന പോലെ നന്നായിട്ട് ചെയ്യുക. ഇനി കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ പോട്ടെ, നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം പുറത്ത് കളിക്കുക. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇതേ ബോൾ ഒക്കെ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ബോൾ തട്ടി കളിക്കുക. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവർ പുതിയ ഗെയിംസൊക്കെ അത് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായിരിക്കും കളിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പിങ് ചെയ്യാം, എന്ത് വേണമെങ്കിലും അങ്ങനത്തെ ഓടിച്ചാടിയൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരെ പുറത്ത് പോയിട്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോഴേക്കും കുളിച്ച് ഫ്രഷായി നമ്മൾ വൈകുന്നേരത്തെ പഠനത്തിൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ടുള്ളത് പഠിക്കാം. കഴിഞ്ഞ എക്സാമും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനും ഉത്തരം നോക്കാനും ഒന്നും ഇനി നിൽക്കണ്ട, അതിലിനി വിഷമിച്ചിരിക്കാൻ നിൽക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോവാം. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. പരീക്ഷ ടഫായിട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്ന് ആകെ എല്ലാത്തിൻ്റെ ഉത്തരമൊക്കെ നോക്കി അയ്യോ ഇത് ഇങ്ങനെയായിരുന്നല്ലോ അങ്ങനെയായിരുന്നല്ലോ ഓർത്തൊക്കെ വിഷമിക്കും കേട്ടോ. പ്രത്യേകിച്ച് മാത്സ് എക്സാമിനൊക്കെ വീട്ടിലെത്തിയിട്ട് ആ ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ശരിയാവും. പക്ഷേ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ തെറ്റും പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാതിരിക്കുമ്പോൾ കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ ആലോചിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. പിന്നീട് അതെനിക്ക് മനസ്സിലായി, ഞാനത് ക്ലിയർ ചെയ്തു. പക്ഷെ നമ്മളങ്ങനെ കഴിഞ്ഞ് വരാൻ പോണ പരീക്ഷ അത് ഈ ഒരു പരീക്ഷ കാരണം കൊള്ളാക്കേണ്ട കാര്യമില്ല അല്ലേ, നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ മൈൻഡിനെ മാറ്റിയെടുത്ത് നന്നായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക. നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ കൊടുക്കുക. നാളെ നമുക്ക് തോന്നരുത് അയ്യോ കുറച്ചും കൂടി പഠിച്ചെങ്കിൽ മതിയായിരുന്നു, കുറച്ചും കൂടി പഠിച്ചെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ലേ എന്ന് തോന്നരുത്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഞാൻ എൻ്റെ മക്കളിപ്പോൾ വന്നിട്ട് നല്ല മാർക്ക് കിട്ടിയാൽ നന്നായി, ഇനി എന്തെങ്കിലും കുറഞ്ഞു പോയാലും ഞാൻ പറയും നിങ്ങളൊന്ന് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ മനസ്സിലുണ്ടെന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം നന്നായിട്ട് ട്രൈ ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ പഠനം ഏകദേശം ഒരു 7 മുതൽ 8:30 വരെയാണ് അവർ പഠിക്കാതിരിക്കുക. 8:30 പിന്നെ നമ്മൾ പ്രയർ എത്തിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ കഴിക്കും. ഡിന്നർ എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ടി വിയിൽ പരിപാടി സിനിമ വയ്ക്കും. അപ്പോൾ സിനിമ വയ്ക്കുകയാണെങ്കിൽ സിനിമ അവരിരുന്ന് കാണും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എക്സാം ആണെന്ന് വെച്ചിട്ട് നമ്മുടെ ഇങ്ങനത്തെയുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ ഫുള്ളായിട്ട് മാറ്റി വെച്ചിട്ട് പഠിക്കാതിരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പഠനം മാത്രമാകുമ്പോഴും ഒരു സുഖമില്ല അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 9:45 സമയം. അപ്പോൾ നമുക്കിനി പഠിക്കാൻ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാവുന്നതാണ്. ഒരു 11 മണി വരെ ഇരുന്ന് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ഇത്തിരി ലേറ്റായിട്ട് പഠിക്കാതിരിക്കണമെങ്കിൽ ഇരിക്കാം. കാരണം നമ്മുടെ എക്സാം ഉച്ചയ്ക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇത്തിരി നേരം വൈകി എഴുന്നേറ്റാലും. ഇല്ല നിങ്ങൾക്ക് വേഗം ഉറങ്ങണമെങ്കിൽ വേഗം കിടന്ന് ഉറങ്ങാവുന്നതാണ്. അപ്പോൾ രാവിലെ നമുക്ക് നേരത്തെ എഴുന്നേറ്റ് പഠിക്കാം. ഇത് നമ്മുടെ ടൈം അനുസരിച്ച് എക്സാമിൻ്റെ സമയം അനുസരിച്ച് അത് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റുട്ടീൻ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കറിയാം ടൈമുകൾ എല്ലാവരും ഒരുപോലെയല്ല, പല രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. അതുപോലെ തന്നെ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്. ഓക്കെ.